ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് തിരുപ്പിറവി ആഘോഷങ്ങളിലേക്ക് കടക്കും. അർദ്ധരാത്രി നടക്കുന്ന തിരുകർമ്മങ്ങളോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പ്രത്യേക പാതിര കുർബാനയും പ്രാർത്ഥനകളും നടക്കും. അപ്പോൾ നമുക്ക് ദേവാലയങ്ങളിലേക്ക് പോകാം. പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. കൊച്ചിയിൽ നിന്ന് നമ്മുടെ അനിൽ ജോർജും തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖരം ചേരും. ആദ്യം കൊച്ചിയിൽ നിന്നും തുടങ്ങാം അല്ലേ അനിൽ ജോർജ്? ഇപ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങും, പാതിര കുർബാനയൊക്കെ തുടങ്ങും. ഇപ്പോൾ അനിൽ ജോർജ് എവിടെയാണുള്ളത്? അവിടെ ഈ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? സേതുലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് യാക്കോബായ സഭയുടെ സൂണോറോ ചർച്ചിലാണ് ഉള്ളത്. ഇളംകുളത്ത് യാക്കോബായ സഭയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ആദ്യം ക്രിസ്മസിനുമായി ബന്ധപ്പെട്ട തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുക. തലേ ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളോടുകൂടിയാണ് ഇവിടെ ഈ തിരുപ്പിറവിയുടെ പ്രത്യേക കർമ്മങ്ങൾ നടക്കുക. ഇതിന് ഇന്നിപ്പോൾ ഇവിടെ നേതൃത്വം നൽകുന്നത് കോഴിക്കോട് ഭദ്രാസന മെത്രാപ്പൊലീത്തയാണ് ഇവിടെ ഈ തിരുപ്പിറവിയുടെ പ്രത്യേക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആളുകളൊക്കെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടക്കുന്നത് സന്ധ്യാ നമസ്കാരമാണ്. ഈ വിളക്കിൽ തിരി തെളിച്ചതിന് ശേഷം അകത്തേക്ക് പോയി പ്രാർത്ഥനാ ശുശ്രൂഷകൾ, സന്ധ്യാ നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുപ്പിറവിയുടെ പ്രത്യേക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കവിടെ കാണാം. ഒരു അഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഉണ്ണി യേശുവിനെ തീജ്വാലയിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷ നടത്തുന്നത്. ഈ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ പീഠത്തിൽ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. ഈ ഇരിക്കുന്ന കുന്തിരിക്കം ഈ അഗ്നിയിലേക്ക് കാർമ്മികനും ഒപ്പം തന്നെ ആളുകളും നിക്ഷേപിക്കും. അതിനുശേഷം ഉണ്ണി യേശുവിനെ കാർമ്മികൻ ഈ പ്രത്യേകമായ ആഴി തയ്യാറാക്കി, ഈ അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് ആഴി തയ്യാറാക്കി ഇതിന് ചുറ്റും നടക്കും. അതിനുശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടക്കും. നമുക്കറിയാം വലിയ തോതിൽ നക്ഷത്ര വിളക്കുകൾ അടക്കം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ കൂടുതലായ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതും ആ സമയത്തായിരിക്കും. ഉണ്ണിയേശുവിൻ്റെ ജനനം അറിയിച്ചുകൊണ്ടുള്ള മണികൾ മുഴങ്ങുമ്പോൾ ഈ പള്ളിയുടെ ചുറ്റും മുഴുവൻ പ്രകാശഭൂരിതമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രത്യേകമായ ശുശ്രൂഷകളാണ് നടക്കുക. മറ്റ് സഭകളിൽ, അതായത് ഓർത്തഡോക്സ് സഭയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുക വെളുപ്പിനെ 2 മണിക്കാണ്. മലങ്കര സഭയിൽ ഇപ്പോൾ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. മറ്റ് സഭകളായ സീറോ മലബാർ സഭയിലും ലത്തീൻ കത്തോലിക്ക സഭയിലും 11:30 പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ കർമ്മങ്ങൾ നടക്കുന്നത്. അതിൽ സീറോ മലബാർ സഭയിലും ഇതിന് സമാനമായ ആഴി പൂജ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ഇതര പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ഈ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നാളെ രാവിലെ ആകട്ടെ സാധാരണ നിലയിലുള്ള കുർബാന ക്രമങ്ങളും കാര്യങ്ങളും മാത്രമേ നടക്കൂ. അതിനാൽ തന്നെ വിശ്വാസികൾ എല്ലാവരും ഈ പാതിര കുർബാനയിൽ പങ്കുചേരും. ഈ ഉണ്ണിയേശുവിന്റെ പിറവി ആ സമയത്ത് വീണ്ടും പ്രാർത്ഥന ഉണ്ടാകുമോ? ഈ പ്രാർത്ഥന ആ സമയം വരെ നീണ്ടു നിൽക്കുമോ? സേതു, ഇപ്പോൾ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം ഇവിടെ മുഖ്യ കാർമ്മികനായിട്ടുള്ള കോഴിക്കോട് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ ഈ പടികളിൽ ഇറങ്ങി വിശ്വാസികൾ താഴേക്ക് വരും. ഈ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന പീഠത്തിലാണ് പ്രാർത്ഥനാ കർമ്മങ്ങൾ നടക്കുക. ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു വലിയ പന്തം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പന്തം കാർമ്മികൻ കൊളുത്തും. അതിനുശേഷം ഈ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കുന്തിരിക്കം. ഈ കുന്തിരിക്കം വിശ്വാസികൾ കാർമ്മികനോടൊപ്പം പോയി ആ ആഴിയിൽ നിക്ഷേപിക്കും. ഇപ്പോൾ വരുന്ന ആളുകൾ ഇവിടേക്ക് 2 സാധനങ്ങളുമായാണ് വരുന്നത്. അവർ ഒന്ന് ഇവിടെ നിക്ഷേപിക്കാനുള്ള കുന്തിരിക്കം കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉണ്ണീശോയെ തീ കാണിക്കുവാൻ വേണ്ടിയുള്ള ആഴി പൂജയിലേക്ക് ഈ സമർപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ്. കാരണം ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്നും വ്യഞ്ചരിച്ച് നൽകുന്ന ആളുകൾ വളരെ ഭക്തിയോടുകൂടി ഒരു വർഷക്കാലം അവരുടെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കുരുത്തോലകളാണ്. ആ ഉണങ്ങിയ ഓലകളാണ് ഇവിടെ കത്തിക്കുന്നത്. ആ കത്തിക്കുന്ന ഓലകൾ, ഈ ചാരം പിന്നീട് നോമ്പ് തുടങ്ങുന്ന സമയത്ത് വിശ്വാസികളുടെ നെറ്റിയിൽ ചാരം പൂശാനുള്ള, കുരിശു വരയ്ക്കാനുള്ള ഇതിലേക്ക് മാറ്റുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ
ആഘോഷങ്ങളുടെയൊക്കെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ച ആളുകൾ വളരെ ഭക്തിയോടുകൂടി പിടിച്ചുകൊണ്ട് നടന്ന കുരുത്തോലകൾ അത് വീട്ടിൽ കൊണ്ടുപോയി ഒരു വർഷക്കാലം അവിടെ സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ഈ അഗ്നിജ്വാല ശുശ്രൂഷയിൽ പള്ളിയിൽ സമർപ്പിക്കാനായി അവർ അത് തിരികെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനുശേഷം കാർമികൻ്റെ കയ്യിൽ ഒരു ഉണ്ണിയേശുവിൻ്റെ രൂപമുണ്ടാകും. ആ രൂപമാണ് ഇവിടെ അഗ്നിപൂജയ്ക്കായി ഈ ആഴിയിലേക്ക് കാണിക്കുക. അതിനുശേഷം ആഘോഷമായി പള്ളിക്ക് ചുറ്റും ആ രൂപവുമായി പ്രദക്ഷിണം നടത്തും. ആ പ്രദക്ഷിണത്തിന് ശേഷം കാർമികനും വിശ്വാസികളും എല്ലാം ഒരുമിച്ച് പള്ളിക്കുള്ളിൽ തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം വെക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രത്യേക കർമ്മങ്ങൾ അവസാനിക്കുന്നത്. പക്ഷേ അതിനുശേഷം വിശുദ്ധ കുർബാനയുമായി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അനിലേക്ക് വീണ്ടും വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം ഇത് തന്നെയാണ്. പള്ളികളിലെ പ്രാർത്ഥനയൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ട കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ കൊച്ചിയിലെ കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ അനിൽ. ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെയും പള്ളികളിലൊക്കെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ചന്തു, എന്താണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ? തിരുപ്പിറവിക്ക് ദേവാലയങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ? പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? സേതുലക്ഷ്മി, തിരുപ്പിറവിക്ക് തിരുവനന്തപുരത്തെ ദേവാലയങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ്. ഇവിടെ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ഈ തിരുക്കർമ്മ ശുശ്രൂഷകൾ, പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം, അതായത് 9 മണിയോട് കൂടി ഈ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഈ പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ അവസാനിക്കും. അതിനുശേഷം പാളയത്തെ സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് പ്രധാനമായ ഈ തിരുപ്പിറവി പ്രത്യേക ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുക. അവിടെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലാണ് പ്രധാനമായും ഈ തിരുപ്പിറവി ശുശ്രൂഷകളും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കുന്നത്. ഇതിന് പുറമെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മറ്റ് ദേവാലയങ്ങളിലെല്ലാം തന്നെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഇന്ന് രാത്രി ഉണ്ടാകും. 12:30 കൂടിയായിരിക്കും ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ അവസാനിക്കുക. എന്തായാലും തിരുപ്പിറവിയോടനുബന്ധിച്ച പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഈ നഗരത്തിലുള്ള പള്ളികളിൽ മാത്രമല്ല, മറ്റ് പള്ളികൾ ഈ ഗ്രാമപ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട പള്ളികളിലൊക്കെ തന്നെ ഇന്ന് രാത്രി പാതിരാ പ്രത്യേക തിരുക്കർമ്മ പ്രാർത്ഥന ശുശ്രൂഷ ചടങ്ങുകളും നടക്കും. ഈ ചടങ്ങുകൾ ഏറ്റവും അവസാനം പ്രധാനമായും ഈ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലായിരിക്കും ഈ തിരുപ്പിറവി ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷം രാവിലെ പുലർച്ചെ തന്നെ പ്രത്യേക കുർബാന ചടങ്ങുകളാണ്. ശരി ചന്തു. അപ്പോൾ ദേവാലയങ്ങളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് തുടക്കമായിട്ടുണ്ട്. കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തുടങ്ങി. ഇനി പല സഭകളിലും രാത്രി നീണ്ടും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. പാതിരാ കുർബാനയൊക്കെ നടക്കും. 2 മണിക്ക് പ്രാർത്ഥന തുടങ്ങുന്ന പള്ളികളുമുണ്ട്, സഭകളുമുണ്ട്. അപ്പോൾ തിരുപ്പിറവി ആഘോഷിക്കാൻ, ക്രിസ്മസിനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹം ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു. ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത്. പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.